നമസ്കാരം. KCN മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് അടുക്കത്ത് ബയലിലുണ്ടായ കൂട്ടവാഹനാപകടത്തിൽ 2 മരണം. ചൌക്കിയിലെ റജീഷ് മസുമ ദമ്പതികളുടെ മകൻ മിൻഹാജ്, സഹോദരൻ ഇബ്രാഹിം ഷാസിർ എന്നിവരാണ് മരിച്ചത്. വാഹനാപകടം ഉണ്ടായത് റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. മുസ്ലിം ലീഗ് പ്രവർത്തകർ PWD ഓഫീസ് ഉപരോധിച്ചു. ജനങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികളടക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഓഗസ്റ്റ് 7 നടക്കുന്ന മോട്ടോർ ബന്ദ് വിജയിപ്പിക്കുവാൻ തീരുമാനം. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു. കാസർഗോഡ് മഹോത്സവ പന്തലിന് ചെങ്കള ഇന്ദിരാനഗറിൽ കാൽനാട്ടി. 1.5 മാസം നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ഉത്സവം സംഘടിപ്പിക്കുന്നത് DJ അമ്യൂസ്മെന്റ്. കാരുണ്യയാത്രയുമായി മർസാന ബസ്. കാരുണ്യയാത്ര വാഹനാപകടത്തിൽ പരിക്കേറ്റ് 2 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന കന്യാപ്പാടി സ്വദേശിയായ അയൂബിന് വേണ്ടി. AKSTU ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനെതിരെ പുരോഗമന ഐക്യനിര ഉയർന്നുവരണമെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് അടുക്കത്ത് ബയലിലുണ്ടായ കൂട്ടവാഹനാപകടത്തിൽ 2 മരണം. ചൌക്കിയിലെ റജീഷ് മസുമ ദമ്പതികളുടെ മകൻ മിൻഹാജ്, സഹോദരൻ ഇബ്രാഹിം ഷാസിർ എന്നിവരാണ് മരിച്ചത്. റോഡിലെ വലിയ കുഴി വെട്ടിക്കുന്നതിനിടയിലാണ് കൂട്ടവാഹനാപകടം ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയപാതയിൽ അടുക്കത്ത് ബയലിനും താളിപ്പടുപ്പിനുമിടയിൽ കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയുണ്ടായ കൂട്ടവാഹനാപകടത്തിലാണ് സഹോദരങ്ങൾ മരിച്ചത്. ചൌക്കി അൽജാർ റോഡിലെ റജീഷ് മാസൂമ ദമ്പതികളുടെ മകൻ മിൻഹാജ്, മംഗളൂരു ആശുപത്രിയിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മിൻഹാജിന്റെ സഹോദരൻ ഇബ്രാഹിം ഷാസിർ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ പിതാവ് റജീഷും മംഗളൂരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ സ്വകാര്യ ബസ് കാറിലും 2 ബൈക്കുകളിലും ഇടിക്കുകയായിരുന്നു. ബുള്ളറ്റ് ബൈക്കിൽ കാസർഗോഡ് നഗരത്തിൽ നിന്ന് ചൌക്കിയിലെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് റജീഷും 2 മക്കളും അപകടത്തിൽപ്പെട്ടത്. മിൻഹാജ് അപകടസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. സാരമായി പരിക്കേറ്റ റജീഷിനെയും ഷാസിറിനെയും മംഗളൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഷാസിർ പുലർച്ചെ 2 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കാർ യാത്രക്കാരായ മേൽപ്പറമ്പിലെ റിസ്വാൻ, ബന്ധു റഫീഖ്, റിസ്വാന്റെ സഹോദരി റുക്സാനയുടെ മക്കളായ ജുമാന, ആശിവത്ത് ഷംന, മറ്റൊരു ബൈക്കിലെ യാത്രക്കാരൻ ജമാൽ അഹമ്മദ് എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലെ യാത്രക്കാർക്കും പരിക്കുണ്ട്. കാസർഗോഡ് നിന്ന് മംഗളൂരു ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് ദേശീയപാതയിലെ വലിയ കുഴി വെട്ടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട വാഹനങ്ങൾ തലങ്ങും വിലങ്ങും ഇടിച്ചതായാണ് സംശയിക്കുന്നത്. അപകടത്തിൽ കാറും ബൈക്കുകളും പൂർണ്ണമായും തകർന്നു. ബസ്സിനടിയിൽപ്പെട്ട മിൻഹാജിനെയും ഷാസിറിനെയും ഏറെ ശ്രമഫലമായാണ് പുറത്തെടുത്തത്. കാർ വെട്ടിപ്പൊളിച്ചാണ് അകത്തു കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത്. നാട്ടുകാരും കാസർഗോഡ് നിന്നെത്തിയ ഫയർഫോഴ്സും കാസർഗോഡ് പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. അപകടത്തെ തുടർന്ന് സ്വകാര്യ ബസ് ഡ്രൈവർക്കെതിരെ കാസർഗോഡ് ട്രാഫിക് പോലീസ് കേസെടുത്തു. ചെമ്മനാട് ജമാഅത്ത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ LKG വിദ്യാർത്ഥിയാണ് മിൻഹാജ്. ഷാസിർ NA മോഡൽ സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. വാഹനാപകടത്തിന് കാരണമായ റോഡിലെ കുഴി നികത്തുന്നതിൽ അധികൃതർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ വൻ ജനരോഷമാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് KCN. ജനങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികളടക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഞായറാഴ്ച രാത്രി കാസർഗോഡ് അടുക്കത്ത് ബയലിൽ കൂട്ടവാഹനാപകടമുണ്ടാവുകയും 2 പിഞ്ചുകുട്ടികളുടെ ജീവൻ പൊലിയുകയും ചെയ്ത സാഹചര്യത്തിൽ തകർന്ന ദേശീയപാത നന്നാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുകയായിരുന്നു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്നിന്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗ്, യൂത്ത് ലീഗ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ PWD ഓഫീസ് മാർച്ച് നടത്തി. എരിയാൽ ചൌക്കിയിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ച് സമരവും നടത്തി. വിഷയത്തിൽ മാധ്യമങ്ങളും സജീവമായ ഇടപെടലാണ് നടത്തിയത്.
ഇതേ തുടർന്നാണ് മണിക്കൂറുകൾക്കുള്ളിൽ ദേശീയപാത പൊതുമരാമത്ത് വിഭാഗം ദേശീയപാത നന്നാക്കുവാൻ തുടങ്ങിയത്. ദേശീയപാത നന്നാക്കുന്നതിൻ്റെ ആദ്യപടിയായി മൊഗ്രാൽ പുത്തൂർ പാലം കഴിഞ്ഞുള്ള റോഡിൽ JCB ഉപയോഗിച്ച് റോഡ് അറ്റകുറ്റപ്പണി തുടങ്ങി. റോഡുകളിലെ കുഴിയടക്കുവാനും നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ മുഴുവൻ കുഴികളും ഉടൻ അടക്കുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. കാലിക്കടവ് മുതൽ തലപ്പാടി വരെയുള്ള ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടത് വാഹന ഗതാഗതത്തിന് വൻ ഭീഷണിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദിനംപ്രതി നിരവധി അപകടങ്ങളാണ് റോഡിലെ കുഴി മൂലം ഉണ്ടാകുന്നത്. ഏകദേശം 500ഓളം കുഴികളാണ് കാസർഗോഡ് മുതൽ തലപ്പാടി വരെയുള്ള ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ളത്. റോഡ് പ്രവൃത്തിയിലെ അഴിമതിയും കരാറുകാരും PWD ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഒത്തുകളിയുമാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമായതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കാസർഗോഡ് PWD ഓഫീസ് ഉപരോധിച്ചു. രാവിലെ നടന്ന ഉപരോധ സമരത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കാസർഗോഡ് മംഗളൂരു ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിലും റോഡിലെ കുഴിയിൽ വീണ് അപകടം നിത്യസംഭവമായതിലും പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ PWD ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധത്തെ തുടർന്ന് ജീവനക്കാർക്ക് അകത്ത് പ്രവേശിക്കാനായില്ല. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി A. അബ്ദുൽ റഹ്മാൻ, ജില്ലാ ഭാരവാഹികളായ PM മുനീർ ഹാജി, മൂസാബി ചെർക്കള, മണ്ഡലം ഭാരവാഹികളായ AM കടവത്ത്, K. അബ്ദുള്ള കുഞ്ഞി, അബ്ബാസ് ബീഗം, ഹാഷിം കടവത്ത്, P. അബ്ദുൽ റഹ്മാൻ ഹാജി, AA ജലീൽ തുടങ്ങി നിരവധി പേർ സമരത്തിന് നേതൃത്വം നൽകി. കുഴികളിൽ വീണ് വാഹന അപകടവും മരണവും നിത്യസംഭവമായ സാഹചര്യത്തിൽ അടിയന്തരമായി റോഡിലെ കുഴികളടച്ച് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തണമെന്ന് എന്നെ നെല്ലിക്കുന്ന് MLA ആവശ്യപ്പെട്ടു. സർക്കാരിന് തന്നെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നമ്മുടെ കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിലുള്ള അത്ര കുഴികൾ കേരളത്തിൽ എവിടെയുമില്ല. നാഷണൽ ഹൈവേയുടെ അധികൃതർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇത്രമാത്രം ശോചനീയാവസ്ഥ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ ഒരു ഭാഗത്തും ഇല്ല എന്നത്. അപ്പോൾ ഈ കുണ്ടും കുഴിയും നികത്താൻ ഈ അധികാരികൾ എന്തിനാണ് ഇത്രമാത്രം അമാന്തം കാണിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഈ അമാന്തം വരുത്തി വെക്കുന്ന ദുരിതം ഓരോ ദിവസവും നമ്മളിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് കാസർകോട്ടെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരമാണ്. അതുകൊണ്ട് കൂടുതൽ പണം 2,10,00,000 ഉറുപ്പികയാണ് ചോദിച്ചത്. അത് അനുവദിക്കണമെന്നാണ് പറയുന്നത്. അത് അനുവദിച്ചാൽ മാത്രമല്ല യുദ്ധകാലാടിസ്ഥാനത്തിൽ ചില നിയമം നമ്മൾ ഉണ്ടാക്കുന്നതിനാണ് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ജനങ്ങളെ ജീവൻ രക്ഷിക്കേണ്ട ഒരു ഘട്ടത്തിൽ ഇങ്ങനെ നിയമങ്ങൾ നിയമ തടസ്സം പറഞ്ഞ് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാം. ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികളെ തുടർന്ന് അപകടം പതിവായ സാഹചര്യത്തിൽ അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി വ്യക്തികളും സംഘടനകളുമാണ് ഇതിനകം തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികൾ നികത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഒരു കൂട്ടം യുവാക്കൾ. ചൌക്കിയിലെ യുവാക്കളാണ് റോഡ് ഉപരോധ സമരം നടത്തി തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചത്. കുഴികൾ നിറഞ്ഞ ദേശീയപാത മരണക്കളമായ സാഹചര്യത്തിലാണ് ചൌക്കിയിലെ യുവാക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. റോഡ് ഉപരോധിച്ച യുവാക്കൾ ദേശീയപാതയിൽ അപകടമില്ലാതിരിക്കുവാൻ അധികൃതർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മുടെ റോഡിൻ്റെ അധികാരിയുടെ അനാസ്ഥ മൂലമാണ് ഇന്നലെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ കണ്ണടിച്ച് നിന്നാൽ ഇതുപോലുള്ള മരണങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ റോഡ് ഉപരോധിക്കുകയാണ്. 25 വർഷത്തോളമായി ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്. ഇതുപോലത്തെ കുഴി ഈ വർഷം നടന്ന കുഴി പോലും ഒരു കാരണവശാലും നടത്തുന്നില്ല. ഇതിൻ്റെ ഉത്തരവാദി ഇവിടുത്തെ ഭരണാധികാരികളും മുഴുവൻ ആൾക്കാരും ഇതിൻ്റെ ഉത്തരവാദികൾ തന്നെയാണ്. അല്ലാതെ ഇത് കേവലം ഒരാളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇത് ഗവൺമെൻറ് മാത്രം ചെയ്യുന്നല്ല, ഇവിടുത്തെ MLAയും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിന് പ്രതികരിക്കുന്നില്ല എന്നതാണ് യഥാർത്ഥ വാസ്തവം. റോഡിലെ കുഴികളടക്കണമെന്നും യാത്രക്കാർക്ക് ഭയമില്ലാതെ സഞ്ചരിക്കുവാനുള്ള അവസ്ഥ സൃഷ്ടിക്കണമെന്നും യുവാക്കൾ ആവശ്യപ്പെട്ടു. അടുക്കത്തുബയൽ ദേശീയപാതയിൽ വാഹനാപകടമുണ്ടാവുകയും 2 കുരുന്നുകൾക്ക് ജീവൻ നഷ്ടമാകുകയും ചെയ്ത സംഭവത്തിനു ശേഷം ദേശീയപാത നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്.
കാൽനട യാത്രക്കാരും ഡ്രൈവർമാരും ഒരുപോലെയാണ് ദുരിതം പേറുന്നത്. സംഭവത്തിൽ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ടതിനെ തുടർന്ന് ഇതിനകം തന്നെ നിരവധി അപകടങ്ങളാണ് ഉണ്ടായത്. അപകടങ്ങൾ തുടർക്കഥയാകാതിരിക്കുവാൻ അധികൃതർ വിഷയത്തിൽ ഉടൻ ഇടപെടണമെന്നാണ് പൊതുവിൽ ഉയരുന്ന ആവശ്യം. ഇതിനിടെ ദേശീയപാത നന്നാക്കിയില്ലെങ്കിൽ കാസർഗോഡ് തലപ്പാടി റൂട്ടിൽ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുവാൻ നിർബന്ധിതരായിത്തീരുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ കാസർഗോഡ് താലൂക്ക് കമ്മിറ്റി പത്രക്കുറിപ്പിൽ അറിയിച്ചു. റോഡ് തകർന്നതിനെ തുടർന്ന് ബസ്സുകൾക്ക് സമയനിഷ്ഠ പാലിക്കുവാൻ സാധിക്കുന്നില്ലെന്നും ഇതുമൂലം ട്രിപ്പ് മുടങ്ങി വൻ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഈ സാഹചര്യത്തിൽ സർവീസ് നിർത്തിവെക്കുവാൻ നിർബന്ധിതരായി തീരുമെന്നുമാണ് ഫെഡറേഷൻ നേതാക്കൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക് KCN. തലപ്പാടി മുതൽ മഞ്ചേശ്വരം വരെയുള്ള ദേശീയപാതയിലെ കുഴികളടച്ച് മാതൃകാ പ്രവർത്തനവുമായി ബഡാജെ ഹിദ്മത്തുൽ നൂറുൽ വെൽഫെയർ കമ്മിറ്റി വാഹനത്തിൽ കല്ലും മണ്ണും കൊണ്ടുവന്നാണ് റോഡിലെ കുഴിയടച്ചത്. ഹിദ്മത്തുൽ നൂറുൽ വെൽഫെയർ കമ്മിറ്റിയുടെ മാതൃകാ പ്രവർത്തനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. കഴിഞ്ഞ ദിവസം വാഹനങ്ങളിൽ കല്ലും മണ്ണും എത്തിച്ചായിരുന്നു പ്രവർത്തകർ റോഡിലെ കുഴിയടച്ചത്. റോഡിലെ കുഴികൾ കാരണം നേരത്തെ ഇവിടങ്ങളിൽ അപകടം പതിവായിരുന്നു. കുഴികളടച്ചതോടെ യാത്രക്കാർ ആശ്വാസത്തിലായി. റോഡിലെ കുഴികളടക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് നിവേദനം നൽകിയെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് റോഡിലെ കുഴികളടക്കുവാൻ നേരിട്ടിറങ്ങിയതെന്ന് ഹിദ്മത്തുൽ നൂറുൽ വെൽഫെയർ കമ്മിറ്റിയുടെ പ്രവർത്തകർ പറഞ്ഞു. ഇസ്മായിൽ നവാബ്, സലാം ജമാൽ, ഖലീൽ ജമാൽ, ഇസ്മായിൽ എവി, ഇർഷാദ് ബഡാജെ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൽ റഹ്മാൻ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് ഓഗസ്റ്റ് 7 നടക്കുന്ന മോട്ടോർ ബന്ദ് വിജയിപ്പിക്കുവാൻ തീരുമാനം. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു. കാസർഗോഡ് സർവീസ് സഹകരണ ബാങ്ക് ഹാളിലെ KP പുരുഷോത്തമൻ നഗറിൽ നടന്ന സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരുടെ വരുമാനമില്ലാത്തതുകൊണ്ടാണ് എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് പണി കിട്ടാത്തതിൻ്റെ കാര്യം നമ്മൾ ചിന്തിക്കണം. സാധാരണക്കാരന് പണം കിട്ടാത്തത്, അവർ ജീവിക്കാൻ കഴിയാത്തത്, കൃഷിക്കാരെങ്കിൽ കാർഷികോൽപ്പന്നത്തിന് വില കിട്ടണം. നാളികേരത്തിന്, റബ്ബറിന്, കുരുമുളകിന്, ചുക്കിന് അതിനെല്ലാം വില കിട്ടിയാൽ കൃഷിക്കാരന് പണം കിട്ടും. കൃഷിക്കാരന് നല്ല വരുമാനം കിട്ടുമ്പോൾ കർഷക തൊഴിലാളി പണിക്ക് വിളിക്കും. കർഷക തൊഴിലാളി തെങ്ങിന് പണിയെടുത്ത് പോകുമ്പോൾ 600-700 കൂലി കിട്ടും. ആ കൂലി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ വാങ്ങി പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം. സർക്കാർ ജീവനക്കാർക്ക് മധ്യാപകർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിൽ വരുമാനം കിട്ടിയാൽ മാത്രമേ ഓട്ടോറിക്ഷയിൽ കയറൂ. അല്ലെങ്കിൽ ഒരു ബസ്സിൽ പോകുമെങ്കിൽ നല്ല ആഞ്ഞു പിടിച്ച് നടത്തുന്നത്. K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഉദയകുമാർ ചെന്നിക്കര രക്തസാക്ഷി പ്രമേയവും സുരേഷ് പാറക്കട്ട അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ഷാഫി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗിരികൃഷ്ണൻ, K രവീന്ദ്രൻ, നാരായണൻ, K ഭുജംഗശെട്ടി, B സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 14 നടക്കുന്ന തൊഴിലാളി കൂട്ടായ്മ വിജയിപ്പിക്കുവാനും സമ്മേളനത്തിൽ തീരുമാനിച്ചു. പുതിയ ഭാരവാഹികളായി K ഭാസ്കരനെ പ്രസിഡന്റായും K പുരുഷോത്തമൻ, K യോഗേഷ് എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ഷാഫിയെ സെക്രട്ടറിയായും MM വിജയൻ, അരവിന്ദൻ മധൂർ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും N രാമനെ ട്രഷററായും തിരഞ്ഞെടുത്തു. ന്യൂസ് ഡെസ്ക് KCN. ബദിയടുക്ക ചിന്മയ വിദ്യാലയത്തിൽ പുതുതായി നിർമ്മിച്ച സയൻസ് ലാബ്, ലൈബ്രറി, റീഡിംഗ് റൂം എന്നിവയുടെ ഉദ്ഘാടനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു. ബദിയടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KN കൃഷ്ണഭട്ട് ഉദ്ഘാടനം ചെയ്തു. ചിന്മയ വിദ്യാലയ പ്രസിഡന്റ് സ്വാമി വിവിക്താനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ ആക്റ്റീവ് മെമ്പർ പില്ലിങ്ങൽ കൃഷ്ണഭട്ട്, സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്ത്, വൈസ് പ്രിൻസിപ്പൽ ലവകുമാർ, ജ്ഞാനദേവ് ഷേണായി തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ആധുനിക സൗകര്യങ്ങളോടെയാണ് ബദിയടുക്കയിലെ ചിന്മയ വിദ്യാലയത്തിൽ സയൻസ് ലാബ്, ലൈബ്രറി, റീഡിംഗ് റൂം എന്നിവ നിർമ്മിച്ചത്. സയൻസ് ലാബിൽ മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിപുലമായ പുസ്തക ശേഖരമാണ് ലൈബ്രറിയിൽ ഉള്ളത്. കുട്ടികളുടെ സർഗശേഷിയെ പരിപോഷിപ്പിക്കുവാനുള്ള രീതിയിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് റീഡിംഗ് റൂം ഒരുക്കിയിരിക്കുന്നത്. സ്കൂളിലെ സൗകര്യങ്ങൾ വികസിപ്പിച്ചതോടെ ജില്ലയിലെ തന്നെ മികച്ച പഠന സൗകര്യങ്ങളുള്ള സ്കൂളുകളിലൊന്നായി മാറിയിരിക്കുകയാണ് ബദിയടുക്കയിലെ ചിന്മയ വിദ്യാലയം. ന്യൂസ് ഡെസ്ക് KCN. അയൂബിന് ചികിത്സാ തുക കണ്ടെത്തുവാൻ മർസാന ബസ് 2ാം കാരുണ്യയാത്ര തുടങ്ങി. വാഹനാപകടത്തിൽ സാരമായി പരിക്കേറ്റ് മംഗലാപുരത്തെ ആശുപത്രിയിൽ 2 മാസത്തോളമായി ചികിത്സയിൽ കഴിയുകയാണ് കന്യാപാടി സ്വദേശിയായ അയൂബ്. മുണ്ട്യത്തടുക്ക കാസർഗോഡ് ബാങ്കോട് റൂട്ടിലോടുന്ന മർസാന ബസ്സാണ് അയൂബിന് വേണ്ടി കാരുണ്യയാത്ര ആരംഭിച്ചത്. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ബസ്സിനെ ഫ്ലാഗ് ഓഫ് ചെയ്ത് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി ഉദ്ഘാടനം നിർവഹിച്ചു. സഹായനിധി ചെയർമാൻ കുഞ്ചാർ മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു.
കൺവീനർ ബഷീർ തൽപ്പണാജെ, ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ട്രഷറർ PA മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, താലൂക്ക് പ്രസിഡന്റ് NA ഹസൈനാർ ഹാജി, കരീം തൽപ്പണാജെ, ഉമ്മർ പാടലടുക്ക, TH അബ്ദുള്ള, ബസ്സുടമ ഇബ്രാഹിം നീർച്ചാൽ, ഡ്രൈവർ ഉബൈദ് കന്യപ്പാടി, കണ്ടക്ടർ മുജിതബ, ക്ലീനർ അജിത്, അബ്ദുല്ല മലബാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇപ്പോൾ തന്നെ ഏകദേശം 15 ലക്ഷം രൂപ വരെ അടിച്ചു കഴിഞ്ഞു. ഇനി ഒരു 10 ലക്ഷം രൂപ വരെ വേണ്ടുമെന്നാണ് പറയുന്നത്. അതിനുവേണ്ടി അയ്യൂബ് ചികിത്സാ നിധി എന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും വാട്സപ്പിലൂടെയും മറ്റും സഹായ അഭ്യർത്ഥിക്കുകയും ഏകദേശം അതിൻ്റെ കളക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെയുള്ള ബസ് ഓണേഴ്സ് അസോസിയേഷൻ്റെ ഇടന്ന് സംസാരിക്കുകയും അദ്ദേഹം സംസാരിച്ചിട്ടാകുമ്പോൾ ഇതുപോലെയുള്ള ഒരു കാരുണ്യ യാത്രയ്ക്ക് ഈ ബസ്സിൻ്റെ ഓണർ സമ്മതിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ഇതുപോലെയുള്ള ഒരു കാരുണ്യ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. തളങ്കര സിറാമിക്സ് റോഡ് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ കാരുണ്യയാത്രയെ വരവേറ്റു. ബാങ്കോട് സിറാമിക്സ് റോഡ് ഭാഗത്തു നിന്ന് മാത്രം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KM മുഹമ്മദ് ബഷീർ വോളിബോൾ, ഹംസ SS, ശിഹാബുദ്ദീൻ ബാങ്കോട്, ഉമേർ തളങ്കര തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 10,000 രൂപയോളം ശേഖരിച്ചു. നേരത്തെ അനൈമോൻ എന്ന കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും മർസാൻ അബസ് കാരുണ്യയാത്ര നടത്തി തുക സമാഹരിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് KCN. ഓണം ബക്രീദ് ഉത്സവാഘോഷത്തിനോടനുബന്ധിച്ച് ഓഗസ്റ്റ് 17 മുതൽ നടക്കുന്ന കാസർഗോഡ് മഹോത്സവ പന്തലിന് ചെങ്കള ഇന്ദിരാനഗറിൽ കാൽനാട്ടി. DJ അമ്യൂസ്മെന്റിന്റെ നേതൃത്വത്തിലാണ് 1.5 മാസം നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ഉത്സവം സംഘടിപ്പിക്കുന്നത്. ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഷാഹിന സലീം കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ CK ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോർഡിനേറ്റർ അർജുനൻ തായിലങ്ങാടി, മാനേജർ P രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡിസ്നി മാതൃകയിലുള്ള പ്രധാന കവാടം, താജ്മഹൽ മാതൃക, ചലിക്കുന്ന മൃഗങ്ങളുടെ വിസ്മയ കാഴ്ചകൾ, ആദിവാസി ഗോത്ര സമൂഹത്തിൻ്റെ സംസ്കൃതിയും ജീവിതശൈലിയും, ചരിത്ര മ്യൂസിയം, വിവിധ സംസ്ഥാനങ്ങളുടെ സ്റ്റാളുകൾ, രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷണശാലകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ തുടങ്ങി വിസ്മയകരമായ കാഴ്ചകളാണ് കാസർഗോഡ് മഹോത്സവത്തിൽ ഒരുക്കുന്നത്. ഒരു മെഗാ എക്സിബിഷനാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇത് ഏകദേശം 2 മാസക്കാലത്തോളം കാസർഗോഡിൻ്റെ ജില്ലയുടെ മുഴുവൻ ജനങ്ങളെയും പ്രതിനിധീകരിച്ച് വളരെ ഗംഭീരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത്, DJ അമ്യൂസ്മെൻറ്റ്സ് ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാത്ഭുതങ്ങളിലെ ഒന്നായ ഡിസ്നി വേൾഡാണ് ഇതിൻ്റെ മെയിൻ കവാടത്തിൻ്റെ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ തന്നെ അതുപോലെ തന്നെ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. അനശ്വര പ്രണയത്തിൻ്റെ പ്രതീകമായ താജ്മഹൽ ഉള്ളിൽ ഒരുക്കുന്നുണ്ട്. ചലിക്കുന്ന യന്ത്രമൃഗങ്ങളുടെ വിസ്മയ കാഴ്ചകൾ തന്നെ ഒരുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCN. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വയലുകളിൽ തള്ളുന്നു. ഏക്കർ കണക്കിന് കൃഷിയിടത്തിന് നാശം. കൃഷിയിടങ്ങൾ തരിശുരഹിതമാക്കാനും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തമാക്കാനുമായി പദ്ധതികൾ ഒരുക്കുമ്പോൾ മറുഭാഗത്ത് വയലുകളെ മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടികൾ സ്വീകരിക്കുമ്പോൾ വയലുകളിൽ മാലിന്യം തള്ളുന്നതിന് മാറ്റം വന്നിട്ടില്ല. പതിവായി വയലുകളിലും ജലാശയങ്ങളിലും വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കനത്ത മഴയിൽ വെള്ളം കയറിയതോടെ വയലുകളിൽ നിക്ഷേപിക്കപ്പെടുകയാണ് പതിവ്. കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ നെല്ലിക്കാട്ട്, കാരാട്ടുവയൽ, അതിയാമ്പൂർ, ആവി തുടങ്ങിയ വയലുകളിലെല്ലാം മാലിന്യങ്ങൾ തള്ളുന്നത് പതിവാണ്. മിക്കയിടങ്ങളിലും നീർച്ചാലുകളിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ പല ഇടങ്ങളിലായി കുമിഞ്ഞുകൂടി മഴക്കാലത്ത് വയലുകളിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. വയലുകളിലെ ചെളിയിൽ താഴ്ന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പിന്നീട് മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയും ഇല്ലാതാക്കുന്നു. നഗരസഭാ പരിധിയിൽ കാഞ്ഞിരവയൽ, നെല്ലിക്കാട്ട്, കാലിയടുക്കം, അതിയാമ്പൂർ നീർച്ചാലുകളിലെല്ലാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളിയ നിലയിലാണ്. പല ഭാഗത്തു നിന്നായി ഒഴുകിയെത്തിയ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെള്ളായി പാലത്തിൽ അടിയുകയാണ് ചെയ്യുന്നത്. സമീപത്തെ തുളിച്ചേരി വയലിലും മാലിന്യങ്ങൾ എത്തുന്നുണ്ട്. പ്ലാസ്റ്റിക്കുകൾ ജലാശയങ്ങളിൽ തള്ളുന്നത് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കൃഷ്ണൻ പുല്ലൂർ പറഞ്ഞു. വയലുകളിലേക്കും നീർത്തോടുകളിലേക്കും ഉപയോഗത്തിന് ശേഷം ആളുകൾ ഇപ്പോഴും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ മാലിന്യങ്ങളെല്ലാം ഒഴുകി പുഴകളിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരിടമാണ് നെൽവയൽ.
നെൽവയലിൽ മാലിന്യം വ്യാപകമായതോടു കൂടിയിട്ട് പല വയലുകളിലും കർഷകർക്ക് കൃഷി ഇറക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. 500 വർഷക്കാലം വരെ നശിക്കാതെ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകളാണ് വയലുകളിൽ പരന്നൊഴുകുന്നത്. മണ്ണിൽ വെള്ളം സംഭരിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി തടസ്സം സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവണതകൾക്ക് അറുതിയായില്ലെങ്കിൽ കാർഷിക മേഖലയിൽ വലിയ പ്രതിസന്ധിക്കാവും ഇടയാവുന്നത്. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനെതിരെ പുരോഗമന ഐക്യനിര ഉയർന്നു വരണമെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. AKSTU ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. മതേതര ഭാരതത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ കാവ്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ പറഞ്ഞു. കണക്കാണെന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആര് വന്നാലും കണക്കെന്ന് 2011 മുതൽ 16 വരെയുള്ള 5 വർഷക്കാലത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും 2016 മുതൽ കഴിഞ്ഞ 2 വർഷക്കാലത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും എടുത്തു പരിശോധിച്ചാൽ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എന്നാൽ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരം ശ്രമങ്ങളെ ചെറുത്തോൽപ്പിക്കാൻ ശക്തമായ പുരോഗമന ഐക്യനിര ഉയർന്നു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. കാഞ്ഞങ്ങാട് പി സ്മാരക മന്ദിരത്തിൽ AKSTയുടെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് K വിനോദ് കുമാർ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൻ മാസ്റ്റർ, V മാധവൻ, TB രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ പഠന ക്ലാസും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് അടുക്കത്ത് ബയലിലുണ്ടായ കൂട്ടവാഹനാപകടത്തിൽ 2 മരണം. ചൌക്കിയിലെ റജീഷ് മസുമ ദമ്പതികളുടെ മകൻ മിൻഹാജ്, സഹോദരൻ ഇബ്രാഹിം ഷാസർ എന്നിവരാണ് മരിച്ചത്. വാഹനാപകടം ഉണ്ടായത് റോഡിലെ കുഴി വെട്ടിക്കുന്നതിനിടെ. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തം. മുസ്ലിം ലീഗ് പ്രവർത്തകർ PWD ഓഫീസ് ഉപരോധിച്ചു. ജനങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. കാസർഗോഡ് മംഗലാപുരം ദേശീയപാതയിൽ രൂപപ്പെട്ട കുഴികളടക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. ഓഗസ്റ്റ് 7 നടക്കുന്ന മോട്ടോർ ബന്ദ് വിജയിപ്പിക്കുവാൻ തീരുമാനം. ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു. കാസർഗോഡ് മഹോത്സവ പന്തലിന് ചെങ്കള ഇന്ദിരാനഗറിൽ കാൽനാട്ടി. 1.5 മാസം നീണ്ടു നിൽക്കുന്ന കാസർഗോഡ് ഉത്സവം സംഘടിപ്പിക്കുന്നത് DJ അമ്യൂസ്മെന്റ്. കാരുണ്യയാത്രയുമായി മർസാന ബസ്. കാരുണ്യയാത്ര വാഹനാപകടത്തിൽ പരിക്കേറ്റ് 2 മാസത്തോളമായി ചികിത്സയിൽ കഴിയുന്ന കന്യാപ്പാടി സ്വദേശിയായ അയൂബിന് വേണ്ടി. AKSTU ജില്ലാ കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണത്തിനെതിരെ പുരോഗമന ഐക്യനിര ഉയർന്നു വരണമെന്ന് CPI ജില്ലാ സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.